സമരം ഒത്തുതീർപ്പായിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പൂർണ്ണതോതിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിൽ നിന്നുള്ള 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 5:15 പുറപ്പെടേണ്ടിയിരുന്ന ദമാം, ഇന്ന് രാവിലെ 9:30 മണിക്ക് പോകേണ്ട അബുദാബി സർവീസ് ഇവയൊക്കെ റദ്ദാക്കിയ വിമാനങ്ങളാണ്. സജോ ദേവസ്യ കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും തത്സമയം മോർണിംഗ് ഷോയിൽ. സജോ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എയർ ഇന്ത്യ എക്സ്പ്രസ്സിന്. അത്യാവശ്യം യാത്രക്കാർ നന്നായി ബുദ്ധിമുട്ടുന്നു. ഈ പല ഷെഡ്യൂളുകൾ റദ്ദ് ചെയ്യുന്നു, സമയത്ത് പോകുന്നില്ല, അങ്ങനെ ഒരുപാട് പേരുദോഷങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള ഈ സ്ഥാപനം കരകയറുന്നു, പച്ചപിടിക്കുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഈ ക്യാബിൻ ക്രൂ സമരം പ്രഖ്യാപിച്ചതും. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം, പക്ഷേ നാട്ടുകാരെ നന്നായി വലച്ചു അവർ. പറയൂ. ഗുഡ് മോർണിംഗ്. ക്യാബിൻ ക്രൂ നടത്തിയ മിന്നൽ പണിമുടക്കിന്റെ പ്രതിസന്ധിയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പൂർണ്ണമായും കരകയറിയിട്ടില്ല എന്നതാണ് സ്ഥിതി. കമ്പനി പ്രതിനിധികളുമായി, കണ്ണൂർ വിമാനത്താവളത്തിൽ അടക്കമുള്ള കമ്പനി പ്രതിനിധികളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, സർവീസുകൾ പഴയപടിയാകണമെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണതോതിൽ ഇനിയും സജ്ജമാകണമെങ്കിൽ ക്രമീകരണങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കണമെങ്കിൽ ചൊവ്വാഴ്ചയെങ്കിലും ആകും എന്നതാണ് അവർ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന ഒരു സർവീസും ഇനി പോകാനിരിക്കുന്ന ഒരു സർവീസും അടക്കം 2 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിട്ടുള്ളത്. അത് ദമാമിലേക്കും അബുദാബിയിലേക്കുമുള്ള 2 സർവീസുകൾ റദ്ദായിട്ടുണ്ട്. അത് കണ്ണൂരിൽ മാത്രമല്ല, ഇപ്പോൾ കൊച്ചിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ബഹ്റൈൻ സർവീസും ഷാർജ സർവീസും റദ്ദായിട്ടുണ്ട്. സമാനമായുള്ള പ്രതിസന്ധിയായി അവർ വിശദീകരിക്കുന്നത്, ഇതിൽ മിന്നൽ പണിമുടക്കിന്റെ ഭാഗമായ പല ക്യാബിൻ ക്രൂ അംഗങ്ങളും അല്ലെങ്കിൽ അവരൊക്കെ എടുത്തിട്ടുള്ള ലീവുകളിൽ ചിലത് സിക്ക് ലീവാണ്. അങ്ങനെ സിക്ക് ലീവ് എടുത്ത ഈ ജീവനക്കാരെ സംബന്ധിച്ച് അവർ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതൊരു സാങ്കേതികമായി തന്നെ ചെയ്യേണ്ട ഒരു നടപടിക്രമമാണ്. സിക്ക് ലീവ് എടുത്താൽ അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് കമ്പനി അത്തരം ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് ഹാജരാക്കുന്നതിലെ കാലതാമസം നേരിട്ടതിനാൽ പല ജീവനക്കാരും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. പണിമുടക്ക് ഒത്തുതീർന്നു, പക്ഷേ അവർക്ക് സാങ്കേതികമായി ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടിയേ കഴിയുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ പല സർവീസുകളെയും അത് ബാധിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയോടുകൂടി പൂർണ്ണതോതിൽ സർവീസുകളെല്ലാം പഴയപടി തന്നെ സർവീസ് നടത്തും എന്നാണ് പ്രതീക്ഷയെന്നാണ് കമ്പനി അധികൃതർ ഇപ്പോൾ പറയുന്നത്. ഇത് പക്ഷേ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തും കൊച്ചിയിലും യഥാർത്ഥത്തിൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് മാറുന്നു എന്ന രീതിയിലും വാർത്തകൾ എയർപോർട്ടിൽ നിന്ന് വരുന്നു. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിച്ചത്? മിക്കവാറും സർവീസുകളൊക്കെ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സർവീസുകളും, കാരണം ഈ 2 സർവീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ സർവീസുകളും കണ്ണൂരിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിലും സമാനമായ രീതിയിൽ തന്നെ 2 സർവീസുകൾ ഒഴിച്ചാൽ ബാക്കി സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മിക്കവാറും വിമാനത്താവളങ്ങളിൽ പ്രധാനപ്പെട്ട സർവീസുകൾ എല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കണ്ണൂരിലാണെങ്കിൽ ഗൾഫ് സെക്ടറിലേക്കാണ് സർവീസുകൾ ഉള്ളത്. അതിൽ 2 ഒഴികെ ബാക്കി എല്ലാ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ മിക്കവാറും വിമാനങ്ങൾ കൃത്യമായി തന്നെ സർവീസുകൾ നടത്താൻ കഴിയുന്നുണ്ട്. ഇതിനിടെ 1-2 വിമാന സർവീസുകൾ മിക്കവാറും ഇടങ്ങളിൽ തന്നെ തടസ്സപ്പെടുന്നു. അത് ഈ സാങ്കേതിക പ്രശ്നം അവശേഷിക്കുന്നത് കൊണ്ടാണ്. ചൊവ്വാഴ്ചയോടുകൂടി ഒരു സർവീസും മുടങ്ങാത്ത രീതിയിൽ പൂർണ്ണമായും സർവീസുകളിലേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ അവശേഷിക്കുന്ന ഇത്തരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് അത്തരം ചില സർവീസുകൾ ക്യാൻസൽ ചെയ്യേണ്ടത്. ക്യാൻസൽ ചെയ്ത സർവീസുകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ യാത്രക്കാർക്ക് അറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരിക്കുന്നത്. പ്രതിസന്ധി ഏതായാലും യാത്രക്കാരെ വലിയ തോതിൽ വലച്ചു, വലിയ ദുരിതം അവർ നേരിട്ടു. അത് പൂർണ്ണമായും പഴയപടി തന്നെ ആവണമെങ്കിൽ ഇപ്പോൾ ഈ സർവീസുകൾ മുടങ്ങുമ്പോഴും യാത്രക്കാർ സ്വാഭാവികമായും അവർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. പക്ഷേ മറ്റ് സർവീസുകൾ നടക്കുന്നു എന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, വിമാനത്താവളങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കാരണം ഈ സർവീസുകളൊക്കെ മുടങ്ങുമ്പോൾ അതിൻ്റെ സേവനം സംബന്ധിച്ചുള്ള ചാർജുകൾ വിമാനത്താവളങ്ങൾക്കും ലഭ്യമാകാതെ വരും. കണ്ണൂരിലൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. വലിയ സാമ്പത്തിക നഷ്ടം ഈ സർവീസുകൾ മുടങ്ങിയതുകൊണ്ട് മാത്രം വിമാന കമ്പനിക്ക് മാത്രമല്ല കണ്ണൂർ വിമാനത്താവളത്തിന് പോലും നേരിട്ടു. ഏതായാലും പ്രധാന സർവീസുകൾ, സിംഹഭാഗം സർവീസുകളും പഴയപടിയായി. പക്ഷേ അവശേഷിക്കുന്ന ചില സർവീസുകളൊക്കെ മുടങ്ങുന്നുണ്ട്. അവ ചൊവ്വാഴ്ചയോടുകൂടി നേരെയാകും അല്ലെങ്കിൽ ശരിയാകും എന്നാണ് കമ്പനി അധികൃതർ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു സജോ ദേവസി. എന്തായാലും വിമാന സർവീസുകൾ എത്രയും പെട്ടെന്ന് നേരെയാകട്ടെ. വിവിധ വിമാനത്താവളങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന യാത്രക്കാരെ വലയ്ക്കാതെ ഈ ക്യാബിൻ ക്രൂ, പ്രക്ഷോഭത്തിന് ഓർക്കാപ്പുറത്തിറങ്ങിയ ക്യാബിൻ ക്രൂ തന്നെ, അതുപോലെ സ്റ്റാഫും ഒക്കെ ശ്രമിച്ച്, മാനേജ്മെൻറ്റും ഒക്കെ ശ്രമിച്ച് ഇതൊക്കെ വേഗം നേരെയാക്കട്ടെ. കാരണം ഇത് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു സ്ഥാപനം വീണ്ടും മുതലക്കൂപ്പ് കുത്താതിരിക്കാൻ അത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, ഈ വിമാന സർവീസുകളിൽ വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മാത്രമേ ആളുകൾ ഇതിൽ ദീർഘദൂര വണ്ടികളിലൊക്കെ തന്നെ ആളുകൾ ബുക്ക് ചെയ്യൂ. അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിശ്വസിച്ചാണ് ഒരു സമയക്രമമൊക്കെ പാലിച്ച് യാത്ര ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ബുക്ക് ചെയ്യുക. അതുകൊണ്ട് ഈ നഷ്ടപ്പെടുന്ന വിശ്വാസ്യത വീണ്ടെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.